നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയത് ഓഫറില്ലെന്ന് പ്രതികളുടെ മൊഴി. മുൻകൂറായി പണം നൽകുന്നവർക്കാണ് ഓഫർ ആനുകൂല്യം ലഭിക്കുക. ലഹരി കേസിൽ ആരോപണ വിധേയരായ KSU പ്രവർത്തകരെ മൊഴിയെടുത്ത് വിട്ടയച്ചു. പണം നൽകി പ്രാദേശിക ലഹരി മാഫിയ സംഘങ്ങളിൽ നിന്നും കഞ്ചാവ് വാങ്ങിയെന്നാണ് വിവരം. അതേസമയം കഞ്ചാവ് കേസിൽ 2 പൂർവ്വ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച ആഷിഖിനെയും ഷാലിനെയുമാണ് പോലീസ് പിടികൂടിയത്. പിടിയിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള തെളിവുകൾ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഇരുവരും. ആഷിഖാണ് കഞ്ചാവ് എത്തിച്ചതെന്നും പിടിയിലായ രണ്ടാമന്റെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആഷിഖ് പഠനം പൂർത്തിയാകാത്ത വ്യക്തിയാണെന്നും വിവരമുണ്ട്. അതേസമയം പ്രതി ആകാശിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതിയെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഉടൻ അപേക്ഷ നൽകും. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. അതേസമയം പോലീസിനെതിരെ പരാതി നൽകാനാണ് SFIയുടെ തീരുമാനം. പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. സാങ്കേതിക സർവകലാശാലയുടെ അന്വേഷണവും ഇന്ന് ആരംഭിക്കും. 3 ദിവസം മുൻപാണ് ഹോസ്റ്റലിലെ പിരിവിനെക്കുറിച്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. ഒരാഴ്ചയോളം നിരീക്ഷിച്ച ശേഷമാണ് റിപ്പോർട്ട് നൽകിയത്. 500 മുതൽ 2000 രൂപ വരെ വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുത്തു. ആകാശിന്റെ ഫോൺ പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. ബാങ്ക് ഇടപാടുകളും പരിശോധിക്കും. കേസിൽ ആകാശിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ആകാശിന്റെ മുറിയിൽ താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. റെയ്ഡ് നടക്കുമ്പോൾ ഇവർ മുറിയിൽ ഉണ്ടായിരുന്നില്ല. തെളിവ് ലഭിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. ആരോപണ വിധേയരായ KSU പ്രവർത്തകരുടെ മൊഴിയെടുത്ത് വിട്ടയച്ചിരുന്നു. അതേസമയം ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തൃക്കാക്കര ACP PV ബേബി വ്യക്തമാക്കിയിരുന്നു. മുന്നൊരുക്കം നടത്തിയുള്ള റെയ്ഡായിരുന്നു. 2 വിദ്യാർത്ഥികളുടെ മേശയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമം പാലിച്ച് അധികാരികളുടെ അനുമതിയോട് കൂടിയായിരുന്നു റെയ്ഡ്. വിദ്യാർത്ഥികൾക്കിടയിൽ ഉപയോഗിക്കാനും വിപണനം ചെയ്യാനുമാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരിശോധിക്കണം. ഹോളി ആഘോഷം നടക്കുന്നതിന്റെ ഭാഗമായി കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. പുറത്തു നിന്നുള്ളവരുടെ പങ്കുണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ACP മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കുണ്ടെന്നും കരുതുന്നു. ക്യാമ്പസിനകത്തും പുറത്തുമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക വിവരം. പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കിൽ കൂടുതൽ അന്വേഷണം വേണം. എത്തിച്ചവരുമായി ബന്ധപ്പെട്ട് സൂചന ലഭിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും വ്യക്തമായ പങ്കുണ്ട്. അതല്ലാതെ കോളേജിലേക്ക് പുറമേ നിന്നൊരാൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പരിശോധിച്ചിട്ടില്ലെന്നും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണെന്നും PV ബേബി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആരെയും കുടുക്കിയതല്ല, പിടികൂടിയത് കൃത്യമായ തെളിവുകളോടെയാണെന്നും ACP വ്യക്തമാക്കുകയും ചെയ്തു. അറസ്റ്റിലായവർ കേസിൽ പങ്കുള്ളവർ തന്നെയാണെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ കുടുക്കിയെന്ന SFI ആരോപണം തള്ളിയ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം അറിയിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും വ്യക്തമാക്കി. ഹോസ്റ്റലിൽ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. നിലവിൽ പിടിയിലായവർക്ക് കേസുമായി കൃത്യമായി ബന്ധമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അടക്കം കേസിൽ പങ്കുണ്ടെന്നും കോളേജ് അധികാരികളെ രേഖാമൂലം അറിയിച്ച ശേഷമാണ് പരിശോധന നടത്തിയതെന്നും തൃക്കാക്കര ACP വിശദീകരിച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അർദ്ധരാത്രി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കമുള്ള 3 വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ 3 പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റൽ അരിച്ചുപെറുക്കിയുള്ള പരിശോധനകൾക്കൊടുവിലാണ് 3 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. SFI നേതാവും പോളിടെക്നിക് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജിന്റെ മുറിയിൽ താമസിക്കുന്ന ആദിത്യൻ, താഴെ നിലയിൽ താമസിക്കുന്ന ആകാശ് എന്നിവരാണ് പിടിയിലായത്.